ഒരു വരണ്ട കാറ്റാണ് പാലക്കാട്ടേത്. എല്ലാവർക്കും അതത്ര പിടിക്കണമെന്നില്ല. ഇക്കുറി ആ വരണ്ട കാറ്റ് തുണച്ചത് ഒരു പത്തനംതിട്ടക്കാരനെയാണ്. പാലക്കാടൻ കാറ്റിന്റെ ഊർജവുമായാണ് രാഹുൽ നിയമസഭയിലേക്ക് തിരിക്കുന്നത്. ഉറ്റമിത്രം ഷാഫി പറമ്പിലിന് പോലും ലഭിക്കാത്ത ഭൂരിപക്ഷം. ആദ്യ റൗണ്ടിൽ NDA പ്രതീക്ഷിച്ച ലീഡ് കുറഞ്ഞപ്പോൾ തന്നെ രാഹുലിന്റെ പ്രതീക്ഷ കൂടി. മൂന്നാം റൗണ്ടിൽ ശ്രീരാമപാളയവും നൂറണിയും വെണ്ണക്കരയും എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ കളം പിടിച്ചു. അഞ്ചാം റൗണ്ടിൽ മൂത്താന്തരയുടെ ബലത്തിൽ കൃഷ്ണകുമാർ തിരിച്ചുവരവിന്റെ ശബ്ദമുയർത്തിയെങ്കിലും ലീഡ് നില 963 തളർന്നു നിന്നു. ഏഴാം റൗണ്ട് തൊട്ട് രാഹുലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭൂരിപക്ഷത്തിൽ 1315 നിന്നും വെച്ചടി ഉയർച്ച. നഗരസഭ കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിന്റെ ഭൂരിപക്ഷം 3000 കടന്നു. 14 റൗണ്ട് കഴിഞ്ഞപ്പോൾ ആ പ്രഖ്യാപനമെത്തി. 18,806 വോട്ടിന് UDF സ്ഥാനാർത്ഥി രാഹുൽ വിജയിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. പാലക്കാട് ആഗ്രഹിച്ച വിജയം, ആഗ്രഹിച്ചതെന്ന് പറയുന്നത് എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിന്റെ വിജയമാണ്. നഗരസഭയിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും മാത്തൂരും കണ്ണാടിയിലും സരിൻ നന്നായി മത്സരിച്ചു. 2 പഞ്ചായത്തിലെയും വോട്ടെണ്ണലിൽ സരിൻ ഒന്നാമതെത്തി. 9ാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സ്റ്റെതസ്കോപ്പ് ആയിരുന്നിട്ടും 1500ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു. കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2000-ലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു. കണക്ക് പ്രകാരം തീർത്താൽ തീരാത്ത നഷ്ടമുണ്ടായത് BJPക്കാണ്. ഒരിക്കലും ഉലയാത്ത BJP കോട്ടയെന്ന് കരുതിയ നഗരസഭയിലടക്കം C കൃഷ്ണകുമാർ പിന്നിൽ പോയി. ചുരുക്കി പറഞ്ഞാൽ പാലക്കാട്ടുകാരൻ തന്നെ പാലക്കാടൻ കാറ്റിൽ വാടിയെന്നർത്ഥം. ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.